Hello friends, welcome to Ajmal Solutions. Friends, ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ടോപ്പിക്കിലെ 7ാമത്തെ ക്ലാസ്സാണ്. ഇതിന് മുന്നേയുള്ള 6 ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ കാണാത്തവരുണ്ട് അത് കാണാം. അതേപോലെ തന്നെ നമ്മുടെ പെർസെൻറ്റേജ് ക്ലാസ്സുകൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ ചാനൽ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പെർസെൻറ്റേജിൻ്റെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് പെർസെൻറ്റേജിൻ്റെ വീഡിയോസ് കാണാം. കാരണം പെർസെൻറ്റേജിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവിടെ യൂസ് ചെയ്ത പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ കൺവേർഷൻ, അതാണ് നമ്മൾ മെയിനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം പെർസെൻറ്റേജിൻ്റെ വീഡിയോസ് കാണാം, ശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസിലെ 6 ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ക്ലാസ് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണത്. A shopkeeper buys 144 items at 90 paisa each. On the way, 20 items are broken. He sells the remainder at rupee 1.2 each. His gain percentage correct to 1 decimal. Okay, ഒരാൾ 144 ഐറ്റംസ് വാങ്ങി. ഓക്കെ, അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 90 പൈസ ആണ്. 90 പൈസക്ക് നമ്മൾ എന്ത് ചെയ്താൽ 0.9 റുപ്പീസ് എഴുതി കൂടെ അല്ലേ? 90 പൈസ എന്ന് പറഞ്ഞാൽ 0.9 രൂപ അല്ലേ? 0.9 റുപ്പീസ്. ഓക്കെ, അപ്പം 144 ഒബ്ജക്റ്റ് 0.9 റുപ്പീസ് ഈച്ച്, ഓരോന്നിനും 0.9 റുപ്പീസ് വെച്ചിട്ട് വാങ്ങി. ഓക്കെ, ഇനി എന്താ ചെയ്തത്? ഓൺ ദ വേ 20 ഐറ്റംസ് ആർ ബ്രോക്കൺ. 20 ഐറ്റംസ് ബ്രോക്കൺ ആയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും? 124. ഓക്കെ, അതെന്ത് ചെയ്തു? ഈ സെൽസ് ദ റിമൈൻഡർ അറ്റ് റുപ്പീസ് 1.2 ഈച്ച്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? 1.2 റുപ്പീസ് ഈച്ചിന് വിറ്റു. ഓരോന്നിനും 1.2 റുപ്പീസ് വെച്ച് വിറ്റു. അങ്ങനെയാണെങ്കിൽ ഹിസ് ഗെയിൻ പെർസെൻറ്റേജ്, ഇയാളെ ലാഭം എത്രയാണ്? അപ്പോൾ ആദ്യം ലാഭം അറിയണമെങ്കിൽ ആദ്യം എന്തറിയണം? കോസ്റ്റ് പ്രൈസ്. പിന്നെ എന്തറിയണം? സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അതായത് ഒരു വസ്തുവിൻ്റെ വില 0.9, അങ്ങനത്തെ 144 വസ്തുക്കൾ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 144 ഇൻറ്റു 0.9. ഓക്കെ, 9 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ടൈംസ് കുറച്ചാൽ പോരെ. അപ്പോൾ 0.9 കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് മൈനസ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ 1 ഇൻറ്റു 144 എന്ന് പറഞ്ഞാൽ 144 ആണ്. അപ്പോൾ 0.1 ഇൻറ്റു 144 എന്ന് പറഞ്ഞാൽ 14.4 ആണ്. അപ്പോൾ 144 14.4 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? 129. അങ്ങനെ മനസ്സ് ചെയ്താൽ പോരെ അല്ലേ? 9 കൊണ്ട് കുടിക്കണമെങ്കിൽ 10 കൊണ്ട് കുടിച്ചിട്ട് ഒരു ടൈംസ് മൈനസ് ചെയ്താൽ പോരെ. അതവിടെ ചെയ്തത്. ആദ്യം നമ്മൾ 0.9 അല്ലേ, അപ്പോൾ ആദ്യം നമ്മൾ 1 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ 144. എന്നിട്ട് 0.1 കൊണ്ട് ഗുണിച്ചു. 1 കൊണ്ട് ഗുണിച്ചാൽ 144. 0.1 കൊണ്ട് ഗുണിക്കുക എന്ന് പറയുന്നത് അർത്ഥം എന്താ? ബൈ 10 അല്ലേ? ബൈ 10 എന്ന് അറിയുന്ന സമയത്ത് ഒരു പോയിന്റ് ലെഫ്റ്റിലേക്ക് ഇട്ടാൽ മതി. 14.4. അപ്പോൾ 144 മൈനസ് 14.4 അത് എത്രയാണ്? 129.6. രണ്ടാമത്തതോ 124 ഇൻറ്റു 1.2 അല്ലേ? അതെങ്ങനെ ചെയ്യും? നേരത്തെ ചെയ്ത പോലെ തന്നെ 124 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്ര? 124. പിന്നെ 0.2 ഇൻറ്റു 124. അപ്പോൾ 0.1 ഇൻറ്റു 124 പറഞ്ഞാൽ 124/10 ആണ്, 12.4. അപ്പോൾ 0.2 എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 വരും. അപ്പോൾ എത്ര വരും? 24.8. അപ്പോൾ 124 24.8 എത്ര? 148. അങ്ങനെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഗുണിക്കാൻ കഴിയില്ലേ? അല്ലെങ്കിൽ 104 ഇൻറ്റു 12 ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? 1.2 കൊണ്ട് ഗുണിക്കാൻ ആദ്യം 1 കൊണ്ട് ഗുണിക്കുക, പിന്നെ 0.2 കൊണ്ട് ഗുണിച്ചാൽ പോരെ. എന്നിട്ട് 2 കൂടി ആഡ് ചെയ്താൽ പോരെ. 1 കൊണ്ട് ഗുണിച്ചാൽ 104, പിന്നെ 0.2 കൊണ്ട് ഗുണിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 2 ഇൻറ്റു 104 എന്നാൽ 248. അപ്പോൾ 0.2 എന്ന് പറയുമ്പോൾ 24.8 അല്ലേ? അപ്പോൾ 124 24.8 148.8. ഇപ്പോൾ ഇവിടെ എത്ര പ്രോഫിറ്റ് ഉള്ളത് അല്ലേ? ഇത് സെല്ലിംഗ് പ്രൈസ് ആണ്, ഇത് കോസ്റ്റ് പ്രൈസ് ആണ്. ഇത്ര പ്രോഫിറ്റ്. ഇതിൻ്റെ ഡിഫറൻസ് എങ്ങനെ കാണാം? ഇതിനൊരു 0.4 കൂട്ടിയാൽ 130 ആയില്ലേ? 0.4 കൂട്ടിയാൽ 130 ആയി. ബാക്കി എത്ര ഉണ്ടാവും? 18.8. 18.8 0.4 കൂട്ടിയാൽ എത്ര? 18.8 0.4 കൂട്ടിയാൽ 19.2. എങ്ങനെയാണ് നമ്മൾ ചെയ്യട്ടോ? അതിങ്ങനെ മൈനസ് ചെയ്യുന്ന പകരം ഇതിൽ നിന്നൊരു 0.4 കൂട്ടിയാൽ നമുക്കൊരു അടിപൊളി നമ്പർ കിട്ടും, 130. നമ്മൾ 0.4 ആദ്യം കൂട്ടി, 130 ആയില്ലേ? 130 148.8 നമ്മൾ ഡിഫറൻസ് ആണ് 18.8 അല്ലേ? അപ്പോൾ 18.8 ആദ്യം കൂട്ടിയ 0.4 എത്ര? 19.2. അപ്പോൾ നമുക്ക് എന്താ കണ്ടത്?
പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലേ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്താ, പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് തന്നെ ചെയ്യാനുള്ളൂ. ഓക്കെ, പ്രോഫിറ്റ് എത്രയാണ് 11.2, കോസ്റ്റ് പ്രൈസ് എത്രയാണ്, കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 129.6 ഇൻറ്റു 100. ഇത് സോൾവ് ചെയ്യാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 0.2 ഈ 0.6 അല്ലേ, അപ്പോൾ ഇത് 192/1296 എന്ന് എഴുതാം. ഓക്കെ, ആണെങ്കിൽ നമുക്ക് 4 വെച്ചിട്ടോ അല്ലെങ്കിൽ 12 വെച്ചിട്ടോ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻസർ എന്ത് വരും, അവസാനം ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 14.8% കിട്ടും. അതായത് നമ്മൾ കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. എന്നാൽ ഇനി ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ 4 വെച്ചിട്ട് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. വേണമെങ്കിൽ ഞാൻ ചെറുതാക്കി തരാം. ഇതിനെ ചെറുതാക്കണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഇതിപ്പോൾ 192/1296 എന്ന് എഴുതാം. കാരണം എന്താ, ഇവിടെ ഒരു 0.2 ഉണ്ട്, അത് by 10 എന്നാണ്, 192/10 ആണ്. ഇവിടെ ഒരു 0.6 ഉണ്ട്, അതെന്ന് പറഞ്ഞാൽ 1296/10 എന്നാണ്. അപ്പം by 10 ക്യാൻസൽ ആവും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 192/1296 എന്ന് എഴുതാം. ഓക്കെ, ഇത് 4 കൊണ്ട് ക്യാൻസൽ എന്താ വരും, 48. ഇത് 4 കൊണ്ട് ക്യാൻസൽ എന്ത് വരും, 324. ഓക്കെ, ഇനി നമുക്ക് ക്യാൻസൽ ചെയ്യണോ, അല്ലെങ്കിൽ 4800, ഇപ്പോൾ 48 ഇവിടെ ഇൻറ്റു 100 ഇല്ലേ, അപ്പോൾ 4800/324 ചെയ്യാം. ഇനിയും ക്യാൻസൽ ചെയ്യണം, എന്ത് ചെയ്യാം, 12 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അതേപോലെ തന്നെ 4 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. നമുക്ക് 12 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 4 ടൈംസ്, ഇത് 12 കൊണ്ട് ക്യാൻസൽ എന്ത് വരും, 2 ടൈംസ് 24, 84 8 ടൈംസ്. ഇപ്പോൾ എന്തായി മാറി, 400/27. അത് പെട്ടെന്ന് ചെയ്തൂടെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് ഗുണിച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെ ചെറുതാക്കിയതിന് ശേഷം ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ, അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ആദ്യം കോസ്റ്റ് പ്രൈസ്, നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടി, ടോട്ടൽ സെല്ലിംഗ് പ്രൈസും കിട്ടി, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ സി പി ഇൻറ്റു 100. ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നത് നിങ്ങളെ ഇഷ്ടം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ബൈസ് 100 കപ്പ് അറ്റ് ₹10 ഈച്ച്. ഓക്കെ, 100 കപ്പ് ഉണ്ട്, ഒന്നിന് 10 രൂപ. അപ്പോൾ ടോട്ടൽ സി പി എത്ര വരാം, 100 × 10 എത്ര, 1000. സെല്ലിംഗ് പ്രൈസ് എന്ത് വരും, ഓൺ ദ വേ 10 കപ്സ് ആർ ബ്രോക്കൺ. അപ്പോൾ 10 കപ്പ് ബ്രേക്കായി. ഹീ സെൽസ് ദ റിമൈനിങ് കപ്സ് അറ്റ് ₹11 ഈച്ച്. അപ്പോൾ ബാക്കി എത്ര കപ്പ് ഉണ്ട്, 100 10 ബ്രേക്കായി, ബാക്കി എത്ര ഉണ്ട്, 90 കപ്പ് ഉണ്ട്, ഒന്നിന് 11 രൂപയാണ്. അപ്പോൾ എത്രയായി, 990. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് പ്രൈസ് 1000 ആണ്, സെല്ലിംഗ് പ്രൈസ് 990. ഇപ്പോൾ ലോസ് എത്രയാണ്, 10. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ് ബൈ സി പി ഇൻറ്റു 100 ആണ് അല്ലേ. 0 ക്യാൻസൽ, 0 ക്യാൻസൽ, അതായത് 1% ലോസ്. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യന്, അധികം ഒന്നും ചെയ്യാനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ ബോട്ട് എ സർട്ടൻ ക്വാണ്ടിറ്റി ഓഫ് റൈസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹150 per Kindle. ₹150 per Kindle. 10% of the rice was not ordered. Okay, was spoiled. At what price should he sell the remaining to gain 20% of his outlay? ഓക്കെ, 150 per Kindle ആ കണക്കിൽ കുറച്ച് റൈസ് വാങ്ങി, അതിൽ 10% സ്പോയിലായി. അറ്റ് വാട്ട് പ്രൈസ് ഷുഡ് ഹി സെൽ ദ റിമൈനിങ് ടു ഗെയിൻ 20% ഓഫ് ഹിസ് ഔട്ട്ലേ. അപ്പോൾ എത്ര രൂപ, അതായത് കിൻഡലിന് എത്ര രൂപ നിരക്കിൽ വിൽക്കണം, 20% ലാഭം കിട്ടണം. ഇപ്പോൾ സപ്പോസ് നമുക്ക് എത്ര വാല്യൂ ആണ് എടുക്കാം, നമ്മൾ എത്ര കിൻഡലാണ് വാങ്ങിയെന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ സപ്പോസ് 10 കിൻഡൽ വാങ്ങിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര വരാം, കോസ്റ്റ് പ്രൈസ് എത്ര വരാം, 10 × 150. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, 20% ലാഭം കിട്ടണം. 20% ലാഭം കിട്ടണമെങ്കിൽ 120%, എത്ര, 6/5. ഇതിൻ്റെ 20% കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഒരു കിൻഡലിന് ഞാൻ എത്ര രൂപ നിരക്കിൽ വിൽക്കണം എന്നല്ലേ. അപ്പോൾ 10 കിൻഡൽ ഉണ്ടായിരുന്നു, 10 കിൻഡലാണ് ഞാൻ വാങ്ങിയത്, അതിൽ 10% ഓഫ് ദ റൈസ് സ്പോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എത്ര കിൻഡലാണ് അപ്പം ബാക്കിയുള്ളത്, അതായത് 10ൻ്റെ 10% കുറക്കണം. 10ൻ്റെ 10% എത്ര, 1. ഇനി ബാക്കി എത്ര കിൻഡലാണുള്ളത്, 9 കിൻഡലാണുള്ളത്. അപ്പം എനിക്ക് എന്ത് കിട്ടും, ഒരു കിൻഡൽ എത്ര രൂപക്കാണ് വിൽക്കുന്നത് കിട്ടൂലേ. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സി പി, ഇതെനിക്ക് 6/5 പ്രോഫിറ്റ് കിട്ടണം. അപ്പോൾ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ഇതാണ്. 10 കിലോ ഇല്ല, ഇപ്പോൾ എത്ര ഉള്ളൂ, 10% നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം 10ൻ്റെ 10% 1 നഷ്ടപ്പെട്ടു, ബാക്കി എത്ര ഉള്ളത്, 9 കിലോ. 9 കിൻഡൽ ഞാൻ എത്ര രൂപക്ക് വിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കിൻഡലിന് എത്ര ആവും, ഈ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് /9 അല്ലേ. ഓക്കെ, ഇവിടെ 5 2 ടൈംസ്, ഇപ്പം വരും 6 2 ടൈംസ് 3 ടൈംസ് 50. എത്ര വരും, 4 × 5
200 പെർ കിൻഡലിന് ഞാൻ വിൽക്കണം. സിമ്പിൾ അല്ല. 150 റുപ്പീസ് പെർ കിൻഡൽ. ഞാൻ ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തു. നിങ്ങൾക്ക് 100 എടുക്കാം, 10 എടുക്കാം, 100x എടുക്കാം, എന്ത് വേണം എടുക്കാം. ഓക്കെ. അപ്പോൾ എനിക്ക് 10 × 150 ടോട്ടൽ എനിക്ക് ചിലവായത് 1500 രൂപ. എനിക്ക് 20% ലാഭം കിട്ടണം. അപ്പോൾ ഞാൻ അതിൻ്റെ 120% കണ്ടു. അപ്പോൾ ഇത്രയും രൂപയ്ക്ക് ഞാൻ വിൽക്കണം. ഇതാണ് എൻ്റെ സെല്ലിംഗ് പ്രൈസ്. ഇനി ഞാൻ എത്ര കിലോ ഉണ്ട് എൻ്റെ കയ്യിൽ? എൻ്റെ കയ്യിൽ 10 കിലോ ഇല്ല, 9 കിലോ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 കിലോ എത്ര വിൽക്കണം എന്നിങ്ങനെ കാണാം. അതായത് ടോട്ടൽ ഞാൻ ഇത്ര രൂപയ്ക്ക് വിൽക്കണം ഡിവൈഡഡ് ബൈ 9. അപ്പോൾ എനിക്ക് 1 കിൻഡലിന് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് കിട്ടും. ഇസ് ഈക്വൽ ടു 200 പെർ കിൻഡൽ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതേ ക്വസ്റ്റ്യനും സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. പക്ഷേ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. അധികം ട്വിസ്റ്റുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറവാണ്. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ അടുത്ത വീഡിയോയിൽ നമ്മൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഞാൻ പറഞ്ഞാൽ എല്ലാ ടൈപ്പും കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ എല്ലാ ടൈപ്പും വിടാതെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് എല്ലാ ടൈപ്പും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാൻ കുറേ ഉണ്ട്, പക്ഷേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇത് CHSL ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. എ ഫ്രൂട്ട് സെല്ലർ ബൈ സം ഓറഞ്ച്. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ലേ ക്വസ്റ്റ്യൻ? ഓക്കെ. ഞാനത് മലയാളത്തിൽ പറയാം. അതായത് ഒരാൾ കുറച്ച് ഓറഞ്ച് വാങ്ങി. ഒരു ഫ്രൂട്ട് സെല്ലർ കുറച്ച് ഓറഞ്ച് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ 40% വിറ്റ് കഴിയുമ്പോഴേക്ക് തന്നെ അയാൾക്ക് എന്ത് ചെയ്തു? ആ ഓറഞ്ചിന് ടോട്ടൽ അയാൾക്ക് എത്ര പൈസ ആണോ ചിലവായത് അത് തിരിച്ച് കിട്ടി. അതായത് അയാളുടെ കോസ്റ്റ് പ്രൈസ് അയാൾക്ക് കിട്ടി. ഓക്കെ. ഇനി എന്ത് ചെയ്തെന്ന് അറിയോ? ബാക്കിയുള്ളതിൻ്റെ 80% അയാൾ എന്ത് ചെയ്തു? ആദ്യം കിട്ടിയ പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ പകുതിക്ക് കൊടുത്തു. ഓക്കെ. കാരണം അത് ഓവറായി പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? ബാക്കിയുള്ള, അതായത് 40% വിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളതിൻ്റെ 80% അയാൾ ആദ്യം കിട്ടി. ആദ്യം അയാൾ 40% വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര ശതമാനമാണോ പ്രോഫിറ്റ് കിട്ടിയത് അതിൻ്റെ പകുതി റേറ്റ് ഓഫ് പെർസെൻറ്റേജ്, അതിൻ്റെ പകുതി റേറ്റ് ഓഫ് പ്രോഫിറ്റിന് കൊടുത്തു. ഇനി ബാക്കിയുള്ളതോ? ഇനി കുറച്ചെണ്ണം ബാക്കി ഉണ്ടാവില്ല. അതെന്ത് ചെയ്തു? അത് അയാൾ കളഞ്ഞു. ബീയിങ് റോട്ടൺ, അതായത് അത് കേടായി, അപ്പോൾ അത് കളഞ്ഞു. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഓവറോൾ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ? ഒന്നുമില്ല. അയാൾ എത്ര ഓറഞ്ചാണ് വാങ്ങി നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്പറായ 100 എടുക്കും. പിന്നെന്താ പറഞ്ഞത്? ബൈ സെല്ലിങ് 40%. ഇതിൻ്റെ 40% വിറ്റ് കഴിഞ്ഞപ്പോൾ, അപ്പോൾ 100 40% എത്ര? 40. 40 എണ്ണം വിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? സപ്പോസ് നമ്മൾ 100 ഓറഞ്ചാണ് വാങ്ങിയത്. ഓക്കെ. ഒരു ഓറഞ്ചിന് 1 രൂപയെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് 100 ഓറഞ്ചിന് എത്ര ചിലവായി? 100 രൂപ. ഇതാണ് എൻ്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ. അങ്ങനെ ഇയാൾ 40 എണ്ണം വിറ്റു. അപ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടി? ക്വസ്റ്റ്യനിൽ പറയുന്നത് അയാൾക്ക് അയാളുടെ CP കിട്ടിയെന്നാണ്. അതായത് 100 രൂപ കിട്ടിയെന്നാണ്. 100 രൂപ കിട്ടി. ഇനി നോക്കുക, ഇനി ബാക്കി എനിക്ക് എത്ര ഓറഞ്ച് ഉണ്ട്? 60. ഈ 60ൻ്റെ 80% ഞാൻ എന്ത് ചെയ്തു? ഹാഫ് ഓഫ് ദി പ്രീവിയസ് റേറ്റ് ഓഫ് പ്രോഫിറ്റിന് കൊടുത്തതല്ലേ. അപ്പോൾ 60ൻ്റെ 80% ആണ് അത്ര. 60ൻ്റെ 80%. 80% എന്ന് പറഞ്ഞാൽ 4/5 അല്ലേ. ഈസ് ഈക്വൽ ടു 48 എണ്ണം. 48 എണ്ണം ഞാൻ എത്ര രൂപക്കാണ് വിറ്റത്? അതായത് ആദ്യം ഞാൻ എത്ര ശതമാനത്തിനാണോ വിറ്റത് അതിൻ്റെ പകുതി ശതമാനം പ്രോഫിറ്റ്. അപ്പോൾ ആദ്യം ഞാൻ വിറ്റത് 40 രൂപൻ്റെ വസ്തു 100 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു ഓറഞ്ചിന് എത്ര രൂപ ചിലവായിട്ടുണ്ട്? എൻ്റെ CP എന്ന് പറഞ്ഞത് ഒരു ഓറഞ്ചിന് 1 രൂപ അല്ലേ. ഞാൻ 40 എണ്ണം 100 രൂപയ്ക്ക് വിറ്റാൽ ഒന്നിൻ്റെ വില എത്ര? 100/40, അതായത് 2.5 റുപ്പീസാണ്. സോറി, 2.5 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ റേറ്റ് ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 1 രൂപൻ്റെ വസ്തു 2.5-ന് വിറ്റു. എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1.5 റുപ്പീസ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1.5 പ്രോഫിറ്റ് ഡിവൈഡ് ബൈ CP എത്രയാണ്? 1 × 100. എത്ര? 150% ആയിരുന്നു എനിക്കിവിടെ ലാഭം. 40 100, അപ്പോൾ 150% എനിക്ക് ലാഭം. ഓക്കെ. 150%. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 48 എണ്ണം എത്ര ശതമാനം പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്? ആദ്യം വിറ്റ ഈ 150%ൻ്റെ പകുതി പ്രോഫിറ്റ്. 150%ൻ്റെ പകുതി എത്ര? 75% പ്രോഫിറ്റിന് വിറ്റു. അപ്പോൾ 48 എണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് 48 രൂപയാണ്. അതിൻ്റെ 75% ലാഭം കിട്ടുക എന്ന് പറഞ്ഞാൽ എത്രക്ക് വിൽക്കണം?
75% എന്ന് പറഞ്ഞാൽ 3/4 ആണ്. അപ്പോൾ 75% ലാഭം കിട്ടണമെങ്കിൽ എത്ര വിൽക്കണം? 7/4. 125% വിൽക്കണ്ടേ? വിൽക്കണം. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 12 × 12 × 7 84 രൂപ കിട്ടും. ഇതാണ് എൻ്റെ പ്രോഫിറ്റ് അല്ലേ? കാരണം ഞാൻ അവിടെ 100 രൂപക്ക് വാങ്ങി, 100 രൂപയ്ക്ക് ഓൾറെഡി കിട്ടി. ഈ ബാക്കി എനിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടി? 84. എത്ര ശതമാനമാണ്? 84. CP എത്രയാണ്? 100ആണ്. 100ൻ്റെ എത്ര ശതമാനമാണ് 84? 84%. ഇത്ര ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ 100 ഓറഞ്ചാണ് എടുത്തു. ഒരു ഓറഞ്ചിന് 1 രൂപ, അപ്പോൾ 100 ഓറഞ്ചിന് 100 രൂപ. അതാണ് എൻ്റെ CP. ഇപ്പം ഞാൻ ഈ 100 എണ്ണത്തിൻ്റെ 40%, അതായത് 40 എണ്ണം ഞാൻ 100 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 40 രൂപേൻ്റെ സാധനം 100 രൂപയ്ക്ക് വിറ്റാൽ എൻ്റെ പ്രോഫിറ്റ് എത്ര വരാം? 150%. ഓക്കെ, അപ്പോൾ ഈ ബാക്കിയുള്ള 60 എണ്ണത്തിൻ്റെ 80%, അതായത് 48 എണ്ണം ഞാൻ എത്ര ശതമാനത്തിന് വിൽക്കണം? ആദ്യം കിട്ടിയ പ്രോഫിറ്റ് 150 ആണ്. അതിൻ്റെ പകുതി, അതായത് 75%ത്തിന് വിൽക്കണം. 75% പ്രോഫിറ്റിന് വിൽക്കണം. അപ്പോൾ എനിക്ക് എത്ര ശതമാനം പ്രോഫിറ്റ്? 48ൻ്റെ 175% കാണണം, അതായത് 7/4. ഓക്കെ, അപ്പോൾ 48ൻ്റെ 7/4 പറഞ്ഞാൽ 84. അപ്പോൾ എനിക്ക് 84 രൂപയാണ് ആദ്യം പ്രോഫിറ്റ് കിട്ടിയത്. എൻ്റെ ടോട്ടൽ CP 100 ആണ്. എത്ര ശതമാനമാണ് അല്ലേ? പ്രോഫിറ്റ് ബൈ CP × 100 അല്ലേ? 84/100 × 100 എത്ര? 84%. സിമ്പിൾ അല്ലേ? ഓക്കെ, മനസ്സിലാത്തവർ ഒന്നുകൂടി വീഡിയോ കാണാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് സാധാരണ എക്സാമിന് കാണുന്ന ക്വസ്റ്റ്യനാണ്, പക്ഷേ ഇത് നമുക്ക് വളരെ എളുപ്പമുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ. അതായത് ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ലാഭമൊന്നുമില്ല, പക്ഷേ നമ്മളതിൻ്റെ പ്രൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് AX + BY = C, അതേപോലെ തന്നെ AY + BX = D. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ള രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളാണ്. നോക്കിയോ, ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് 8 buckets and 5 mugs ഈസ് ₹92. അതായത് 8 ബക്കറ്റ് പ്ലസ് 5 mugs, ഇതിൻ്റെ വില 92 rupees ആണ്. ടോട്ടൽ കോസ്റ്റ് ഓഫ് 5 bucket പ്ലസ് 8 mugs ഈസ് ഈക്വൽ ടു 77 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിന്നോട് ചോദിച്ചത് 2 mugs + 3 ബക്കറ്റിൻ്റെ വില എത്രയാണ്? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് അറിയാം, ഈ 2 വേരിയബിൾ ഉണ്ടല്ലോ, ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ ഈ 2 വേരിയബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തു അല്ലേ? 8 ഉം 5 ആയിരുന്നു ആദ്യം, പിന്നെ അത് 5 8. ഇതിൽ നമുക്ക് ഈ ബിൻ്റെ എമ്മിൻ്റെ വില കാണാൻ വളരെ എളുപ്പമാണ്. ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ 2 ഇക്വേഷൻ ആദ്യം ഒന്ന് ആഡ് ചെയ്യുക, പിന്നെ 2 ഇക്വേഷൻ ഒന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്താൽ എന്ത് വരും? 8b + 5b എന്ന് പറഞ്ഞാൽ 13b, 5m + 18m എന്ന് പറഞ്ഞാൽ 13m. അപ്പോൾ അതിൽ നമുക്ക് എന്ത് ചെയ്താൽ 13b + m ഈസ് ഈക്വൽ ടു 92 + 77 169. ഇതിൽ നിന്ന് b + m എന്ന് പറഞ്ഞാൽ എന്ത് വരും? 169/13 എത്ര? ഇനി നമ്മൾ ഈ 2 ഇക്വേഷൻ മൈനസ് എന്ത് വരും? 8b - 5b 3b, 5m - 8m - 3m ഈസ് ഈക്വൽ ടു 92 - 77 15. ഇതിൽ നിന്ന് b - m എന്ത് കിട്ടും? 15. 3 × b - m = 15. b - m = 15/3 എത്ര? 2 ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം? ഇക്വേഷൻ 1 and 2 സോൾവ് ചെയ്യാൻ എന്താ? b + m 13, b - m 5 ആണെങ്കിൽ b എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആഡ് ചെയ്യുക /2. ഇത് നമുക്ക് ബോട്ടം സ്റ്റീം എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്, അതിൽ നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യുന്നുണ്ട് ഇക്വേഷൻസ് ഒക്കെ. ഓക്കെ, b + m 13, b - m 5. b കാണണമെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുക, രണ്ടും ഡിവൈഡ് ചെയ്യുക. 13 + 5 18/2 9. m എത്ര ആയിരിക്കും? b + m 13 ആണ്, m എത്ര ആയിരിക്കും? 4. ഓക്കെ, അപ്പോൾ എമ്മും ബിയും കിട്ടിയില്ല. ഇനി ഇതാണ് ചോദ്യം. 2 mug + 3 ബക്കറ്റ്. അപ്പോൾ 2 മഗ്ഗിൻ്റെ വില 2 × 9 എത്ര? 18 പ്ലസ് 3 ബക്കറ്റിൻ്റെ വില 3 × 4 എത്ര? 2 മഗ് എന്ന് പറഞ്ഞാൽ 2 × 4 8 പ്ലസ് 3 ബക്കറ്റ് പറഞ്ഞാൽ ഒരു ബക്കറ്റ് 9 അല്ലേ? അപ്പോൾ 3 × 9 27. ഓക്കെ, രണ്ടും കൂടി 27 + 8 35 rupees. ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ടാക്കി, 2 ഇക്വേഷൻ ഉണ്ടാക്കി അത് സോൾവ് ചെയ്യണം. ഇവിടെ നമുക്ക് കോഎഫിഷ്യന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ആഡ് ചെയ്യുക, രണ്ടും കൂടിയും മൈനസ് ചെയ്യുക. ഓക്കെ, b + m കിട്ടും, b - m കിട്ടും. ഇതിൽ നിന്ന് ബിയും എമ്മും കാണണം. ബി കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടി ആഡ് ചെയ്യുക, രണ്ടും ഡിവൈഡ് ചെയ്യുക.
13 പ്ലസ് 5/2 എത്ര 9. അതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവില്ല അല്ലേ? ഇത് രണ്ടും കൂടി ആയാലും എന്താ സംഭവിക്കുക? ഈ എമ്മും പ്ലസ് എമ്മും മൈനസ് എമ്മും ക്യാൻസൽ ആവില്ലേ? ഓക്കെ, അപ്പോൾ 2b = 13 പ്ലസ് 5 18 വരും. അപ്പം b = 18/2. ഓക്കെ, രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ b ക്യാൻസൽ ആവും. 2m = 13 - 5 8. അപ്പോൾ m = 8/2 4. അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യന് 2 പെൻസിലും 3 ഇറേസർ, പിന്നെ 3 പെൻസിലും 2 ഇറേസർ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് 1 പെൻസിൽ ആൻഡ് 3 ഇറേസർ. സെയിം ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇതെന്ത് ചെയ്യാം, നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ആൻസർ. ഓക്കെ, ഇതിൽ 3 പെന്ന് 2 ഇറേസർ, 4 പെന്ന് 1 ഇറേസർ. ഇത് ഐ അല്ല 1 ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ ഫോം അല്ല. നേരത്തെ എന്തായാലും നേരെ കോഫിഷ്യൻ അങ്ങോട്ടും കൂടി ചേഞ്ച് ചെയ്തായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 3 പെൻ പ്ലസ് 2 ഇറേസർ 20 rupees ആണ്. 4 പെൻസ് പ്ലസ് 1 ഇറേസർ ഈസ് ഈക്വൽ ടു 22.5. ഇപ്പോൾ നമുക്കറിയാം രണ്ട് ഇക്വേഷൻ വന്നാൽ നമ്മളെങ്ങനെ സോൾവ് ചെയ്യാം. നമുക്കിവിടെ ഏതെങ്കിലും ഒന്ന് ഈക്വൽ ആക്കാം. അതായത് ഇവിടെ 2 ഇറേസറിൻ്റെ ഇവിടെ 1 ഇറേസർ ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ 2 ഇറേസർ ആക്കണമെങ്കിൽ ഈ ഇക്വേഷനെ മൊത്തം 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്തായി മാറും? ഇത് മൊത്തം 2 കൊണ്ട് ഗുണിക്കുക. എന്തിനാണ് 2 കൊണ്ട് ഗുണിക്കുന്നത്? ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞിട്ട് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേരിയബിൾ ക്യാൻസൽ ആവും. അപ്പോൾ ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, ബേസിക് ആണ് അല്ലേ? അപ്പോൾ നമ്മളിത് 2 കൊണ്ട് ഗുണിച്ചാൽ 8p + 2 ഈസ് ഈക്വൽ ടു 22.5 × 2 എന്ന് പറഞ്ഞാൽ 45. ഇക്വേഷൻ എന്താണ്? 3p + 2 ഈസ് ഈക്വൽ ടു 20. ഓക്കെ, ഇത് രണ്ടും മൈനസ് ചെയ്താൽ, ഈ രണ്ട് ഇക്വേഷൻ മൈനസ് ചെയ്താൽ ഈ ക്യാൻസൽ ആവില്ലേ? മൈനസ് എന്ത് വരും? 8p - 3p എത്ര? 5p ഈസ് ഈക്വൽ ടു 45 - 20 എന്ന് പറഞ്ഞാൽ 25. അപ്പോൾ p എന്ത് കിട്ടും? p 5. ഓക്കെ, p 5 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ഈ കണ്ടൂടെ? കാരണം 3p എത്ര ആവും? 3 × 5 15 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 20 ആണല്ലോ. അപ്പോൾ 2 ഈസ് ഈക്വൽ ടു എന്ത് വരും? 20 - 15 5 വരും. ഈസ് ഈക്വൽ ടു 5/2, അതായത് 2.5 വരും. ഓക്കെ, ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാം? നമുക്ക് എന്താ കാണേണ്ടത്? 2 പെന്നും 3 ഇറേസറിൻ്റെയും വിലയാണ് കാണേണ്ടത് അല്ലേ? 2 പെന്നും 3 ഇറേസറിൻ്റെയും വില. അപ്പോൾ ഒരു പെന്നിന് 5 രൂപ ആണെങ്കിൽ 2 പെന്നിന് എത്ര വരും? 2p + 3 കാണണം. ഒരു പെന്നിന് 5 ആണ് അല്ലേ? ഒരു പെന്നിന് 5 ആണ്. ഇപ്പോൾ 2 പെന്നിന് 10 രൂപ. ഒരു ഇറേസറിന് 2.5 ആണ്. അപ്പോൾ 3 ഇറേസറിന് 7.5. അപ്പോൾ ടോട്ടൽ 17.5. ഒന്നുമില്ല കേട്ടോ, നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ എന്ത് ചെയ്ത് ഏതെങ്കിലും ഒരു വേരിയബിൾ ഈക്വൽ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇവിടെ 2 കൊണ്ട് ഗുണിക്കണം അല്ലേ? 2 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വേഷൻ മൊത്തം 2 കൊണ്ട് ഗുണിക്കണം. നമുക്ക് ഒരു വാല്യൂ മാത്രമായിട്ട് 2 കൊണ്ട് ഗുണിക്കാൻ പാടില്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, എനിക്കറിയാം, എന്നാലും ഞാൻ പറയണേ അല്ലേ? ഇത് 2 ആക്കണമെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനെ മൊത്തം 2 കൊണ്ട് ഗുണിക്കണം, ഒന്നിനെ മാത്രം ഗുണിക്കാൻ പാടില്ല. ഓക്കെ, 2 ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള വേരിയബിൾ നമ്മൾ മൈനസ് ചെയ്താൽ അല്ലേ? മൈനസ് ചെയ്യുന്ന സമയത്ത് വലുതിൽ നിന്ന് ചേർത്ത് കുറയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും? 8p - 3p 5p വരും. 2 × 2 ക്യാൻസൽ ആവും അല്ലേ? 2e - 2 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പോൾ ഇത് രണ്ടും 45 - 20 25. ഇപ്പോൾ p കിട്ടി കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ കൊടുത്താൽ e കിട്ടും അല്ലേ? e കിട്ടും. e എത്ര? 2.5. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 2 പെന്നിൻ്റെയും 3 ഇറേസറിൻ്റെയും കോസ്റ്റ്. 2 പെൻ എന്ന് പറഞ്ഞാൽ 10, 3 ഇറേസർ എന്ന് പറഞ്ഞാൽ 7.5. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിലെ ഇവിടെ നമുക്ക് 3 വേരിയബിൾ ഉണ്ട്. പെന്നുണ്ട്, നോട്ട്ബുക്ക് ഉണ്ട്, ഫയൽ ഉണ്ട്. നമുക്കറിയാം ഒരു ഇക്വേഷനിൽ 2 വേരിയബിൾ ആണെങ്കിൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും മിനിമം 2 ഇക്വേഷൻ വേണമെന്നാണ് അല്ലേ? അപ്പോൾ എക്സും വൈ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണമെങ്കിൽ 2 ഇക്വേഷൻ വേണം. അതേസമയം എക്സും വൈയും സെഡ് ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻ വേണം. ഇത് 2017 CGL ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ക്വസ്റ്റ്യൻ 2017 CGL ടാപ്പ് എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നോക്കിക്കാം. 4 പെൻ പ്ലസ് 6 നോട്ട്ബുക്ക് 6n പ്ലസ് 9 ഫയൽ ഈസ് ഈക്വൽ ടു 305. ഇതാണ് നമുക്ക് ഒന്നാമത് തന്നത്. രണ്ടാമത് തന്നത് 3 പെൻ പ്ലസ് 4 നോട്ട്ബുക്ക് പ്ലസ് 2 ഫയൽ ഈസ് ഈക്വൽ ടു 140.
എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് 5n + 8 നോട്ട്ബുക്ക് 16. ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ 3 വേരിയബിളിൻ്റെയും വാല്യൂ കണ്ടെത്താൻ പറ്റുമോ? ഇല്ല. ഓക്കെ, കാരണം ഈ 3 വേരിയബിളിനെ കൊണ്ട് ഇത് സോൾവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂ കാണണമെങ്കിൽ 3 ഇക്വേഷൻ ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി എനിക്ക് ഒരു കാര്യം കാണാം. എന്താണ് നമുക്ക് കാണേണ്ടത്? നല്ല ശ്രദ്ധിക്കണേ. എന്താ കാണേണ്ടത്? 5n + 8 നോട്ട്ബുക്ക് + 16 നിങ്ങൾ നല്ലോണം നോക്കി നോക്കി. നിങ്ങൾക്ക് ഇതും ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധം തോന്നുന്നുണ്ടോ? ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഇങ്ങനെ ആവുമോ? 9 2 ഇവിടെ 16, 9ന് ഡബിള് 18, 18 - 2 16, 6ന് ഡബിള് 12, 12 - 4 8, 4ന് ഡബിള് 8, 8 - 3 5. കിട്ടിയില്ലേ? അതായത് ഒന്നാമത്തെ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് എന്ത് കിട്ടും? ഇത് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കട്ടോ. നമ്മൾ ജസ്റ്റ് ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം അങ്ങോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ ഇത് കിട്ടുമെന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഇവിടെ നോക്കുക അല്ലേ. 9 × 2 എന്ന് പറഞ്ഞാൽ 18 - 2 16, 6 × 2 എന്ന് പറഞ്ഞാൽ 12 - 4 8, 4 × 2 എന്ന് പറഞ്ഞാൽ 8, 8 - 3 5. അങ്ങനത്തെ റിലേഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് എളുപ്പമായില്ലേ? ഇനി എന്ത് ചെയ്താൽ മതി? ഈ വാല്യൂ കാണണമെങ്കിൽ ഈ ഇക്വേഷനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് ഇതെന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈ വാല്യൂ അല്ലേ വേണ്ടത്? ഇപ്പം 305 × 2 എത്ര? 610 മൈനസ് 145. സിമ്പിളായില്ലേ? അപ്പോൾ നമുക്ക് വെറും ഈ വാല്യൂ മാത്രം മൈനസ് ആണ്. എത്ര വരാം? 465 അല്ലേ? യെസ്, 465 വരും. എത്ര എളുപ്പത്തിൽ കിട്ടിയില്ലേ? അതായത് നമ്മൾ നോക്കി ഇത് രണ്ടും എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് ഇത് കിട്ടുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ 2 കൊണ്ട് ഗുണിച്ചിട്ട് രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 305 ആണ്. അതിൻ്റെ 2 കൊണ്ട് ഗുണിച്ചു 610 മൈനസ് രണ്ടാമത്തേലെ 145. എത്ര? 610 മൈനസ് 145 ഈസ് ഈക്വൽ ടു 465. ഓക്കെ ഓക്കെ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ക്വസ്റ്റിന് ഇതിൽ ഓപ്ഷൻ ഉണ്ടാവും. എന്താണ്? കാനോട്ട് ബി ഡിറ്റർമിൻ എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 3 വാല്യൂസ് 2 ഇക്വേഷൻ അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ ഇനിയിപ്പോൾ എക്സാമിനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആലോചിക്കും ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ അതേ മാർക്ക് ഫോർ റിവ്യൂ കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ അറ്റംപ്റ്റിന് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് കുറേ സമയവും എല്ലാം അങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ആയിക്കോളണമെന്നില്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇത് വേറൊരു ടൈപ്പാണ് അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മൾ പെർസെൻറ്റേജ് പഠിച്ച സമയത്ത് പഠിച്ചതാണ് സക്സസീവ് പെർസെൻറ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ? അതായത് ഒരാൾ ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്തു അതിൻ്റെ പ്രൈസ് 10% കൂടി, പിന്നെ 20% കൂടി, പിന്നെ 10% കുറഞ്ഞു, അങ്ങനെ എങ്ങനെ വന്നാലും നമ്മൾ അതിൻ്റെ റേഷ്യോയിൽ എങ്ങനെ ചെയ്യാമെന്നും എങ്ങനെയാണ് റേഷ്യോയിൽ ആ മെത്തേഡ് വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പെർസെൻറ്റേജിൻ്റെ ക്ലാസ് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കാണാത്തവരാരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ലാസ് കാണാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് വെച്ചാൽ A, B, C, D 4 പേരാണ്. എ എന്ത് ചെയ്തു? 20% പ്രോഫിറ്റിന് ബിക്ക് കൊടുത്തു. ബി എന്ത് ചെയ്തു? 10% പ്രോഫിറ്റിന് സിക്ക് കൊടുത്തു. സി എന്ത് ചെയ്തു? 12.5% പ്രോഫിറ്റിന് ഡിക്ക് കൊടുത്തു. ഓക്കെ, അപ്പം ഡി അതിന് കൊടുത്ത ഇതെന്ന് പറഞ്ഞാൽ 29.7 ആണെങ്കിൽ എൻ്റെ കോസ്റ്റ് പ്രൈസ് എ ആരുടെ നിന്ന് വാങ്ങിയതല്ലേ, അത് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ സി പി എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 120%-ത്തിനാണ് ബിക്ക് കൊടുത്തത്, അതിൻ്റെ 110%-ത്തിനാണ് സിക്ക് കൊടുത്തത്, അതിൻ്റെ 112.5%-ത്തിനാണ് ഡിക്ക് കൊടുത്തത്. ഓക്കെ, അതിൻ്റെ വാല്യൂ ആണ് ഡിൻ്റെ വാല്യൂ എത്ര പറഞ്ഞാൽ 29.7. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ് കാണും. നമ്മളിങ്ങനെയൊന്നും ചെയ്യാതെ നേരെ എന്ത് ചെയ്തു? 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5 6. ഓക്കെ, 10% പ്രോഫിറ്റ് പറഞ്ഞാൽ 10 11. 12.5% പ്രോഫിറ്റ് പറഞ്ഞാൽ 8 × 1. ഇത് മൊത്തം ഗുണിച്ചാൽ സി പിയും കിട്ടും, ഇത് മൊത്തം ഗുണിച്ചാൽ എസ് പി, അതായത് ഇനീഷ്യൽ സി പി ഫൈനൽ എസ് പിയും കിട്ടും അല്ലേ? അതായത് ആദ്യത്തെ വിലയും അവസാനത്തെ വിലയും കിട്ടും. അങ്ങനെയാണല്ലോ നമ്മൾ ഇയർ വൈസ് ഇൻക്രീസ് ഒക്കെ ചെയ്തത് പെർസെൻറ്റേജിൻ്റെ വീഡിയോസിൽ അല്ലേ? ഇപ്പോൾ 5 × 10 × 8 എന്ന് പറഞ്ഞാൽ 400, 6 × 11 എന്ന് പറഞ്ഞാൽ 66, 66 × 9 എന്ന് പറഞ്ഞാൽ എത്ര? 9 × 66 പറഞ്ഞാൽ 10 × 66 - 66. അപ്പോൾ എന്ത് വരും? 594. പക്ഷേ നമുക്ക് 594 അല്ല ഉള്ളത്. ഏതാ ഉള്ളത്? 29.7 ആണ്. 594 ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? 594 297 തമ്മിൽ ബന്ധമുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഇതിൻ്റെ പകുതിയാണ് 297, അതായത് by 2.
ബൈ 2 അത് 290 ആണ്. അപ്പോൾ 29.7 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ബൈ 20 ആയിരിക്കും. ഓക്കെ, അപ്പം 594 യൂണിറ്റ് പറഞ്ഞാൽ 29.7 ആണ്. അതായത് 594നെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സി പിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 20 കൊണ്ട്. അപ്പോൾ എത്ര വരും ആൻസർ? 20. എ എത്രയാണ് മുടക്കിയത്? 20 രൂപ. കിട്ടിയില്ലേ? അതായത് 594 യൂണിറ്റ് ആണ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, 594 യൂണിറ്റ് ആണ് 29.7. അപ്പോൾ ഇതും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റു 1/20 ആണ് അല്ലേ. ഇത് ബൈ 10 ചെയ്താൽ എന്ത് കിട്ടും? 59.4. അതേ ബൈ 2 ചെയ്താൽ 29.7 അല്ലേ. അല്ലെങ്കിൽ ഇതിൻ്റെ ബൈ 2 ചെയ്താൽ 290 ആണ്. അപ്പോൾ ബൈ 20 ചെയ്താൽ 29.7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 400/20 എത്ര? 20. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഇതാ നോക്കിയാൽ കിട്ടും. 594 290 അല്ലെങ്കിൽ 29.7 തമ്മിലുള്ള ബന്ധമൊക്കെ അല്ലേ നമുക്ക് ഡയറക്റ്റ് നോക്കിയാൽ കിട്ടും. അതിനനുസരിച്ചുള്ള വാല്യൂസേ തരുള്ളൂ നമുക്ക്. അല്ലെങ്കിൽ അവർ കാൽക്കുലേഷൻ ഉള്ളതാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ അവസാനം കാണാം, എന്ത് ഒരു ഡെസിമൽ പോയിന്റിലേക്ക് മാറ്റാൻ കാണാം. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരാം? 400/20 അതായത് 20. ഓക്കെ, നമ്മൾ റേഷ്യോ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വീണ്ടും നിങ്ങൾക്കൊരു ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sold a horse to B for 4800 by losing 20%. B sells it to C at a price which would have given A profit of 15%. അങ്ങനെയാണെങ്കിൽ B C. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ. എ ഒരു ഹോഴ്സിനെ ബിക്ക് വിറ്റു. എത്രക്ക്? 4800. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ 4800 വിൽക്കുന്ന സമയത്ത് എക്ക് 20% നഷ്ടമാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? 20% നഷ്ടം എന്ന് പറഞ്ഞാൽ 1/5 അല്ലേ. 1/5. അപ്പോൾ 5 എന്താണ്? സി പി, 4 ആണെന്ത്? എസ് പി. ഈ 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 4800. എത്ര കൊണ്ട് ഗുണിച്ചതാണ്? 1200 കൊണ്ട്. അപ്പോൾ 5ൻ്റെ വാല്യൂ എത്രയായിരിക്കും? 6000. ഇതൊക്കെ നമ്മളതാണ് പേഴ്സൻറ്റേജ് അത്ര ഡീപ്പായിട്ട് പേഴ്സൻറ്റേജ് ടു ഫ്രാക്ഷൻ ഒക്കെ പറയാൻ കാരണം നമ്മൾ ഇനി വരുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതേപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവിടെ നമുക്ക് അതിൻ്റെ 80% 4800 എങ്കിൽ 100% ഒന്നും ആവശ്യമില്ല. കാരണം 20% ലോസ് എന്ന് പറഞ്ഞാൽ 20% എന്ന് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് തന്നെ വന്നിട്ടുണ്ടാവും അത് 1/5 ആണ്. 20% ലോസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 5 സി പി ആണ്, 1 ലോസ് ആണ്. അപ്പോൾ എസ് പി എന്തായിരിക്കും? 5 - 1 അതായത് 4 യൂണിറ്റ്. അപ്പോൾ ഈ 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 4800. അപ്പോൾ 5 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? നമുക്കറിയാം 4 × 1200 ആണ് 4800 അല്ലേ. 4 × 12 അല്ലേ 48. അപ്പോൾ 4 × 1200 ആണ് 4800. അപ്പോൾ 5 × 1200 എത്ര ആയിരിക്കും? 6000. അപ്പോൾ എൻ്റെ സി പി കിട്ടി 6000. ഇനി നോക്കണേ. B sells it to C at a price which would have given A profit of 15%. അപ്പോൾ 6000-ന് ആണ് എൻ്റെ സി പി. അതിന് 15% ലാഭം. 10% എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോയിന്റ് ഇട്ടു 600. 5% എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി 300. അപ്പോൾ 600 300 കൂട്ടിയാൽ 900 ലാഭം കിട്ടി. അതിനർത്ഥം സിക്ക് എത്ര രൂപക്കാണ് വിറ്റത്? 6900-നാണ് വിറ്റത്. 6900-നാണ് വിറ്റത്. ആര്? ബി. ബി എത്രക്കാണ് വാങ്ങിയത്? 4800-ന്. 4800 വാങ്ങിയിട്ട് 6900 കിട്ടിയാൽ എത്ര രൂപ ലാഭം കിട്ടും? എത്ര കിട്ടും? 2100 രൂപ. ഗെയിൻ അല്ല, പെർസെൻറ്റേജ് വെച്ച് ഗെയിൻ. 2100 രൂപയാണ് ബിക്ക് പ്രോഫിറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യനാണ്, ഒന്നുമില്ല. 4800-ന് വിൽക്കുമ്പോൾ 20% നഷ്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും 6000 ആണ് സി പിന്ന് കിട്ടും. അതെങ്ങനെ കിട്ടും? നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ പെട്ടെന്ന് പെർസെൻറ്റേജ് മനസ്സിലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതോ ഒരു വാല്യൂ എക്സിൻ്റെ 80% ആണ് 4800. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 0 0 ക്യാൻസൽ ചെയ്തു. 8 6 ടൈംസ് 600 × 10 6000. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് രീതിയിൽ വേണം ചെയ്യാം. ഇവിടെ നമുക്കിവിടെ 20% ഇൻഡിജർ വാല്യൂ ആണ്. ഇനി നിങ്ങൾക്ക് ഇത് ഫ്രാക്ഷൻ മിക്സ്ഡ് ഫ്രാക്ഷൻ വാല്യൂ തന്നാൽ നമുക്ക് ഇത് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാം. നമ്മളോട് പറയാണ് RS 4800 ബൈ ലോസിങ് 16 2/3%. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 1/6 എടുക്കും. 6 സി പി ആണെങ്കിൽ 1 ലോസ്, അപ്പോൾ എസ് പി 5 അങ്ങനെ എടുത്ത് ചെയ്യും. ഏത് വാല്യൂ വന്നാലും ചെയ്യും. അതിനാണ് ഞാൻ ഈ റേഷ്യോ മെത്തേഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ എന്ത് വരും? 2700. നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ടെലിഗ്രാമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഗ്രൂപ്പ് നിങ്ങളുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഗ്രൂപ്പ് അതിലാകെ ഇപ്പോൾ 75 മെമ്പേഴ്സേ ഉള്ളൂ. ചാനൽ 200 സംതിങ് ഉണ്ട്, 250 സംതിങ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ആകെ 75 ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ തന്നെ ഡയറക്റ്റ് ഗ്രൂപ്പിലേക്ക് പോകാൻ പറ്റും. ഓക്കെ.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏതെങ്കിലും ക്വസ്റ്റിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എടുത്ത ഇതിൽ ടോപ്പിക്കിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A sold a table to B at 10% profit. B spends rupees 250 in cab for taking table home. Table വീട്ടിലെത്തിക്കാൻ 250 രൂപ ക്യാബിന് കൊടുത്തു എന്നാണ് പറയുന്നത്. ഓക്കെ, if B sells it to C for rupees 2400 at 20% loss. Find a cost price of it. ഇത് നമ്മൾ ഈ റേഷ്യോ മെത്തേഡ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വാല്യൂ വന്നില്ലേ 250 എന്നുള്ളത്. ഫുൾ പെർസെൻറ്റേജിനാണ് നമുക്ക് റേഷ്യോ ചെയ്യാം. ഇത് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് എവിടെയാണോ വാല്യൂ ഉള്ളത് നോക്കാം. നമുക്ക് തന്നത് ഇവിടെ കണ്ടോ 2400 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഇഫ് ബി സെൽസ് ഇറ്റ് ടു സി ഫോർ rupees 2400 at 20% ലോസ്. അപ്പോൾ നേരത്തെ പോലെ 20% ലോസ് എന്ന് പറഞ്ഞാൽ 5 ആണ് സി പി, 4 ആണ് എസ് പി. 4 ആണ് 2400. അപ്പോൾ 5 എത്ര ആയിരിക്കും? 3000. എങ്ങനെ കിട്ടി? 4 × 600 ആണ് 2400. അപ്പോൾ 5 × 600. അത് നമുക്ക് പെട്ടെന്ന് കിട്ടില്ലേ? നമ്മൾ കുറേ ക്വസ്റ്റൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് 4 പറഞ്ഞാൽ ഇൻറ്റു 6 ആണ്. അപ്പോൾ 2400 പറഞ്ഞാൽ ഇൻറ്റു 600 ആണ്. 5 × 6 30 ആണ്. അപ്പോൾ 5 × 600 ആണ് 3000. ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാം, മാക്സിമം നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിൽ തന്നെ വരും. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഞാൻ എന്ന പോലെ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തതിൻ്റെ ആവശ്യമുണ്ടാവും. 20% ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക് 5 4 വരും. 4 24 × 6. അപ്പോൾ 2400 × 600. അപ്പോൾ 5 × 600 3000 കിട്ടി. അപ്പോൾ ഇപ്പം ബി സിക്ക് വിറ്റ് 2400, അതായത് 20% നഷ്ടത്തിനാണ്. അപ്പോൾ ഈ 3000 എന്ന് പറഞ്ഞാൽ എന്താ? ബീൻ്റെ കോസ്റ്റ് പ്രൈസാണ്. ബീൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് 3000. ഓക്കെ ആണല്ലോ? ആണ്. ഓക്കെ, എന്താ പ്രശ്നം എന്ന് പറയാം ഞങ്ങൾക്ക്. അപ്പം ബീൻ്റെ കോസ്റ്റ് പ്രൈസ് 3000 ആണ്. ഓക്കെ, എ എത്ര രൂപക്കായിരിക്കും ബിക്ക് കൊടുത്തിട്ടുണ്ടാവുക? 3000-നാണോ? അല്ല. കാരണം ബി ഇവിടെ 250 രൂപ അതിന് ശേഷവും ചിലവാക്കിയിട്ടുണ്ട്. അപ്പോൾ എ ബിക്ക് കൊടുത്തത് എത്ര രൂപക്കാണ്? 3000 മൈനസ് 250 എത്ര? 2750-നാണ്. ഓക്കെ, മനസ്സിലായാൽ ഈ 3000 ആണ് ബീൻ്റെ കോസ്റ്റ് പ്രൈസ്. അത് ശരിയാണ്. പക്ഷേ എ കൊടുത്തത് 3000-നല്ല. എത്രയാണ്? 2750. എന്താ അത് പറയാൻ കാരണം? കാരണം ഇതിൽ പറയുന്നുണ്ട് ബി സ്പെൻസ് rupees 250 ഇൻ ക്യാബ്. ഇത് ബി അഡീഷണൽ ആയിട്ട് ചിലവാക്കിയ പൈസ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എ ബിക്ക് കൊടുത്ത് 2750. ഈ 2750 കൊടുക്കുന്ന സമയത്ത് എക്ക് എന്തുണ്ട്? 10% പ്രോഫിറ്റ് ഉണ്ട്. അതിനർത്ഥം എൻ്റെ 110% ആണെന്ത്? 2750. 110%, അതായത് 110/100 അല്ലെങ്കിൽ 11/10 ആണെന്ത്? 2750 അല്ലേ? അപ്പോൾ എൻ്റെ പ്രൈസ് എത്ര വരാം? ക്യാൻസൽ ചെയ്യാം. 27 2 times 22 555 250. പേ ഈസ് ഈക്വൽ ടു 250 × 10 2500 ആണ് എൻ്റെ സി പി കഴിഞ്ഞു. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ബി എന്ത് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ ബീൻ്റെ സി പി 3000 എടുത്തിട്ട് എ ബിക്ക് 3000-നാണ് വിറ്റ് നിങ്ങൾ മനസ്സിലാക്കരുത് കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആൻസർ തെറ്റും. അപ്പോൾ എന്ത് വരും? എൻ്റെ 110% 3000 വരും. അത് തെറ്റാണ്. കാരണം 3000 ആയത് ആ 250 രൂപ ക്യാബിൻ്റെ കാശ് കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. അവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ 2-3 ടൈപ്പ് വളരെ എളുപ്പമുള്ള ടൈപ്പാണ്. പക്ഷേ എക്സാമിന് പലപ്പോഴും ചോദിച്ച് കാണാറുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയ വീഡിയോ ആക്കി ഇട്ടുന്നുള്ളൂ. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ആ ഒരു ക്വസ്റ്റ്യനായിട്ട് നമ്മൾ ഹോംവർക്ക് ഉള്ളത്. പക്ഷേ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മളെന്താ വെച്ചാൽ പോക്കറ്റ് ലോസിൽ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസ്, അതായത് എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ ഇടാറുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. അവിടെ നിന്ന് നേരെ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം വീഡിയോസും ഷെയർ ചെയ്യുക. പെർസെൻറ്റേജിൻ്റെ വീഡിയോസ് ആയാലും പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ വീഡിയോസ് ആയാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആയിട്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസിന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തും. ഓക്കെ, ചിലപ്പോൾ ഒന്ന് തന്നെ വരും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.